രണ്ടെണ്ണം കത്തിത്തീർന്നു, ഒരാൾ തൂങ്ങി മരിച്ചു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരത്തെ വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്തെ ബാറിൽ ഒരു അക്രമമുണ്ടായി. ആ അക്രമത്തിലെ മരണസംഖ്യ ഇപ്പോൾ 3 ഉയർന്നിരിക്കുകയാണ്. 2 പേർ പൊള്ളലേറ്റ് മരിച്ചു, ഒരാൾ ഇന്ന് തൂങ്ങി മരിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങളെന്ന് പറയാം. നേരത്തെ തന്നെ i2i ന്യൂസ് ഈ ഒരു വിഷയം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ മരണസംഖ്യ കൂടിയപ്പോൾ അത് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഞായറാഴ്ച രാത്രി 9:30 അവിടെ ഒരു സംഘം മദ്യപിക്കാനെത്തി. സാധാരണ കൗണ്ടറിലല്ല, മറിച്ച് AC ബാറിലേക്കാണ് ഇവർ വരുന്നത്. നവാസ്, നൗഫൽ, അരുൺ, രതീഷ് എന്നിവരടങ്ങുന്ന ഒരു സംഘം അവരവിടെ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് പരിചയമുള്ള അനീഷ് എന്ന് പറയുന്ന ഒരാൾ അവിടേക്ക് വരുന്നു. രാത്രി 9:30 അനീഷ് ഇവർക്ക് എതിരായിട്ടുള്ള ആ ഒരു കസേരയിലിരുന്ന് മദ്യപിക്കുന്നു. അനീഷിനെ ഇവർ കളിയാക്കി എന്നാണ് പറയപ്പെടുന്നത്. മദ്യലഹരിയിലായിരുന്ന ഈ 4 പേരും, അതിലെ രതീഷ് ദൃക്സാക്ഷിയാണെന്നാണ് പറയുന്നത്. രതീഷാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സംഘം അനീഷിനെ കളിയാക്കി എന്ന് പറയപ്പെടുന്നു. അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അനീഷ് എന്നേക്കുമായി പോയെന്നാണ് ഇവരുടെ ധാരണ. അനീഷ് ആ കൗണ്ടർ വിട്ട് ബില്ലടച്ച ശേഷം ആണ് പോയത്. പുറത്തേക്ക് പോയ അനീഷ് അരമണിക്കൂറിന് ശേഷം ഒരു കന്നാസിൽ നിറയെ പെട്രോളുമായി തിരിച്ചു വന്നു. അപ്പോഴും ഈ സംഘം അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അനീഷ് ഓർക്കാപ്പുറത്ത് അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അറ്റാക്ക് എന്ന് പറയാം, ഓർക്കാപ്പുറത്തെ ഒരു അറ്റാക്ക് എന്ന് പറയാം. ഈ കന്നാസ് തുറന്ന് അവരുടെ ശരീരത്തിലേക്ക് ഈ പെട്രോൾ ഒഴിച്ചു. ആ പെട്രോൾ ഒഴിച്ച കൂട്ടത്തിൽ അനീഷിന്റെ ദേഹത്തേക്കും പെട്രോൾ വീണ കാര്യം അദ്ദേഹം അറിഞ്ഞോ എന്നറിയില്ല. അദ്ദേഹം ഉടൻ തന്നെ സിഗരറ്റ് ലാമ്പ് കത്തിച്ച് അങ്ങോട്ട് വിട്ടു. അപ്പോഴേക്കും തീയാളി. ആ തീ ആളിയപ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവിടെ മദ്യപിച്ചിരുന്ന ഏതാണ്ട് 10-30 പേരോളം അടങ്ങുന്ന സ്റ്റാഫ് അടക്കമുള്ളവർ, മദ്യപിച്ചിരുന്നത് മാത്രമല്ല സ്റ്റാഫ് അടക്കമുള്ളവർ എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ടു. പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു. പിന്നീട് നമ്മൾ കാണുന്നത് കത്തിക്കരിഞ്ഞ ബാറാണ്. അതിലെ ഫാൻ വരെ തീ പിടിച്ച് കത്തി നശിച്ചു. അത്രമാത്രം ആഘാതമായിരുന്നു അനീഷിന്റെ ആ ഒരു നടപടിയിൽ ഉണ്ടായത്. പെട്രോൾ ഒഴിച്ച് കത്തിച്ച ആ നടപടിയിൽ ബാറ് പൂർണ്ണമായും, ആ AC ബാറ് സമ്പൂർണമായും കത്തി നശിച്ചു. അന്ന് തന്നെ ഇവരിൽ പലരും വളരെ ഗുരുതരമായി പൊള്ളലേറ്റു. ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അതിലെ നവാസാണ് ആദ്യം മരിക്കുന്നത്. അദ്ദേഹം മാടൻ നട സ്വദേശിയാണ്. തിരുവനന്തപുരം മാടൻ നട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ സ്വദേശിയാണ് ഈ നവാസ്. അദ്ദേഹത്തിന് 35 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം ഞായറാഴ്ചയാണല്ലോ ഈ സംഭവം നടന്നത്. വെന്റിലേറ്ററിലേക്ക് ഇവരെ കയറ്റിയത് അന്ന് രാത്രി തന്നെയാണ്. പക്ഷേ തിങ്കളാഴ്ച നവാസ് മരിച്ചു. അങ്ങനെ ഈ സംഭവത്തിലെ ആദ്യത്തെ മരണം. 35 വയസ്സേ ഉള്ളൂ നവാസിന്. പിന്നീട് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ആക്രമിച്ച അനീഷാണ്. അനീഷ് പോത്തൻകോട് സ്വദേശിയാണ്. തിരുവനന്തപുരത്തെ പോത്തൻകോട് സ്വദേശിയാണ് അനീഷ് ഈ ഒഴിക്കുന്ന കൂട്ടത്തിൽ അനീഷിന്റെ ദേഹത്തേക്ക് വീണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അനീഷിനും ഗുരുതരമായി പൊള്ളലേറ്റു. അനീഷും വെന്റിലേറ്ററായിരുന്നു. അനീഷ് മരിച്ചത് ബുധനാഴ്ചയാണ്. ഇന്നലെ ഇതാ രതീഷ് തൂങ്ങി മരിച്ചിരിക്കുന്നു. ഈ സംഘത്തിലെ ഒരാളായിട്ടുള്ള രതീഷ് അദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയിലാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. ഭാര്യ ഡ്രൈവിംഗ് പഠിക്കാനായി പുറത്തു പോയേക്കുമായിരുന്നു. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഈ ഒരു ആത്മഹത്യ നടന്നത്. വൈഫ് തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും അദ്ദേഹം തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് കണ്ടത്. അപ്പോൾ ആ കുടുംബം ആരോപിക്കുന്നത് ഈ രതീഷിനുമേൽ സ്ഥിരമായിട്ടുള്ള പോലീസിന്റെ ഭീഷണി ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യും, അങ്ങനെ ആ പോലീസ് നടപടിയിൽ ഭയന്നിട്ടാണ്, അല്ലെങ്കിൽ പോലീസിന്റെ ഭീഷണി മൂലമാണ് രതീഷ് ആത്മഹത്യ ചെയ്തതാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത്. അദ്ദേഹം താന്നിമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ആളാണ്. താന്നിമൂട് സ്വദേശിയാണ് ഈ രതീഷ്. ഇനിയുണ്ടല്ലോ ബാക്കി 3 പേർ, അവരുടെ നില ഗുരുതരമായി കഴിയുകയാണ്. അതിലെ നൗഫൽ എന്ന് പറയുന്ന ആളുടെ നിലയാണ് ഇപ്പോൾ ഏറ്റവും ഗുരുതരമായി കഴിയുന്നത്. അദ്ദേഹവും മരണവുമായിട്ട് മല്ലടിക്കുകയാണ്. അദ്ദേഹം വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം ഗുരുതരമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പുറത്തേക്ക് വരുന്ന സൂചന. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് നൗഫൽ കഴിയുന്നത്. മറ്റൊരാൾ അരുൺ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം നെടുമങ്ങാട് ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെയും നില ഗുരുതരമാണെന്നാണ് അറിയുന്നത്. 6 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്.
അത്തരത്തിൽ 3 പേർ ഇപ്പോൾ മരിച്ചു. അതിലെ ഒരു ആത്മഹത്യയും മറ്റ് 2 പേരുടെയും പെട്രോൾ ദേഹത്ത് വീണ് കത്തിയുള്ള മരണവുമാണ്. ഈ കേസ് പോത്തൻകോട് പോലീസാണ് അന്വേഷിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം തുടരുന്നു. ഇവർ തമ്മിലുള്ള ചെറിയ എന്തോ ഒരു തർക്കമാണ്, അല്ലാതെ ദീർഘകാലമായി നിലനിന്നിരുന്ന ഒരു തർക്കമൊന്നുമില്ല. ഇതിലെ ഒരാൾ കാപ്പ കേസിലെ പ്രതിയാണ്. അപ്പോൾ പോലീസ് പറയുന്നത് ഇവർ ഒരു ക്രൈം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണിവർ. അപ്പോൾ അതിലെ ഒരാൾ കാപ്പ കേസിലെ പ്രതിയാണ്. അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇവർ പരസ്പരം അറിയുന്നവരാണ്, അപരിചിതരായിട്ടുള്ളവരല്ല. ഈ മരിച്ച അരുണാകട്ടെ, മരിച്ച അനീഷാകട്ടെ, മരിച്ച നവാസാകട്ടെ, ഇപ്പോൾ ആത്മഹത്യ ചെയ്ത രതീഷാകട്ടെ, അരുണാവട്ടെ, നൗഫലാവട്ടെ, ഇവരൊക്കെ തന്നെ പരസ്പരം പരിചയമുള്ളവരാണ്. അപ്പോൾ ഇവർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള നേരത്തെ ഉള്ള കുടിപ്പക, തർക്കം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും ഇത് നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്, വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഭവമാണ്. ആ ബാറുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ആ ബാർ ഉടമയ്ക്കുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാം കത്തി നശിച്ചു. അവിടുത്തെ സോഫ എല്ലാം, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ, ആ മുറി മുഴുവൻ കത്തി നശിച്ചു. അത്രമാത്രമുള്ള ഒരു ആക്രമണമാണ് അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പെട്രോൾ ഒഴിച്ചാൽ ഒരു കന്നാസ് നിറയെ പെട്രോളാണ് കൊണ്ടുവന്നത്. അപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ ബാറിനടുത്ത് 2 പെട്രോൾ പമ്പുകളാണ് ഉള്ളത്. അതിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ് അരുൺ ഇത്രയും അധികം പെട്രോൾ ശേഖരിച്ചത്. അവിടെ നിന്ന് അരുൺ വരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ബാറിനകത്ത് കയറുന്ന ദൃശ്യവും ബാറ് കത്തുന്ന ദൃശ്യവുമെല്ലാം തന്നെ പോലീസിന് CCTV വഴി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിന് അറിയേണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് അനീഷിനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദമാണ് രതീഷിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബം പറയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു, അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെയാണ് രതീഷ് ഇത്തരത്തിൽ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്തത്. ഇനിയുള്ളത് ഏറ്റവും ഗുരുതരമായി കഴിയുന്ന നൗഫലാണ്. അദ്ദേഹം വെന്റിലേറ്ററാണ്, നേരത്തെ പറഞ്ഞല്ലോ. അദ്ദേഹം വെന്റിലേറ്റർ കഴിയുകയാണ്. മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററാണ് നൗഫൽ കഴിയുന്നത്. അപ്പോൾ ഇതിലൊരു നിഗൂഢത ഉണ്ട്, പൊതുവെ ഒരു നിഗൂഢതയുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പ്രേരക ശക്തി എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ പോലീസിന് ഇപ്പോഴുമില്ല. ഇതൊരു കുടിപ്പക എന്ന നിലയിലാണ് പോലീസ് ആദ്യം എടുത്തിരിക്കുന്നതിൽ കാപ്പ കേസിലെ ഒരു പ്രതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിന് വലിയൊരു ചരിത്രം ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. മുൻകാല ഒരു ചരിത്രം ഈ കേസിനുണ്ടാകാം. അല്ലാതെ പെട്ടെന്ന് കളിയാക്കി ചിരിച്ചു ഉടനെ പോയി പെട്രോൾ വാങ്ങി വന്ന് ഒഴിച്ചു പെട്ടെന്നുള്ളൊരു പ്രകോപനം എന്ന നിലയിൽ പോലീസ് ഈ കേസിനെ കാണുന്നില്ല. മറിച്ച് ഇതിന് വളരെ വിശാലമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നാണ് പോത്തൻകോട് പോലീസ് കരുതുന്നത്. അത്തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ദൃക്സാക്ഷിയായിട്ടുള്ള രതീഷിന്റെ ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. ആ രതീഷിന്റെ ആത്മഹത്യ ഈ കേസിന് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.